സ്മൃതിയുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് 2-3 കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഒന്ന്, കല്യാണത്തിന് പോലും ഒരു വീടിനെ രണ്ടാക്കി തിരിച്ചിട്ട് സ്ത്രീകൾ ഒരു ഭാഗത്തും അതുപോലെ തന്നെ പുരുഷന്മാർ മറുഭാഗത്തും ഇരുന്നുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കണമെന്ന് ചടിച്ച MLA സീറ്റ് പോലും സ്ത്രീകൾക്ക് മത്സരിക്കാൻ കൊടുക്കാത്ത, പാർട്ടിയുടെ കമ്മിറ്റികൾക്കകത്ത് സ്ത്രീകൾ മീറ്റിംഗിൽ യോഗം ചേരാൻ പാടില്ല എന്ന് തീരുമാനമെടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. പിന്നെ ശോഭിച്ചയുടെ മാസം മറുപടിക്ക് മുമ്പിൽ തബ്ഷീറ ഒരു നിമിഷം ഒന്ന് പകച്ചാണോ അല്ലേ? തബ്ഷീറൊക്കെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ശോഭിച്ചയോട് പറയാണ്, എന്തെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ശോഭിച്ചി, രാഷ്ട്രീയപരമായ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതിനിടയിൽ നമ്മളുടെ ആയുധം തീർന്നു പോകുമ്പോൾ പിന്നെ നമ്മൾ മതത്തിലേക്ക് കയറി പിടിക്കുന്ന ഈ സ്ഥിരം നമ്പർ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അവസാനിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ സംസ്കൃതിയായി നമ്മൾ മഹിതമായി കാണുന്ന പല സംസ്കാരങ്ങളും നമ്മളെടുത്ത് ഉദ്ധരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ശോഭിച്ചി തബ്ഷീറയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിനപ്പുറത്തേക്ക് തബ്ഷീറയുടെ വസ്ത്രത്തിലേക്ക് നിങ്ങൾ പോവാണ്. സ്ത്രീകൾക്ക് ഒരു നിലക്കുള്ള സ്വാതന്ത്ര്യമില്ല, ഭക്ഷണം കഴിക്കുന്നിടത്ത് തന്നെ വിവേചനമുണ്ട്, 2 സ്ഥലങ്ങളിലായിരിക്കുന്നു, യാത്ര ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ പലതരത്തിലുള്ള വിവേചനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ ശോഭിച്ചയോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ ഒരു കത്തായിട്ട് കൂട്ടിയാൽ മതി. ഈ കത്തിനൊരു മറുപടി കത്ത് ഒരു കുറിപ്പിലൂടെയെങ്കിലും ബഹുമാനപ്പെട്ട ശോഭിച്ചയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്നാൽ മതി. ശോഭിച്ചി നമ്മുടെ 100 വർഷം മുമ്പായിരുന്നു ശോഭിച്ചെങ്കിൽ ഇതുപോലൊരു വേദിയിൽ സംസാരിക്കാൻ കഴിയുമോ? എന്തിനേറെ പുറത്തിറങ്ങിയ ഒരു അഭിപ്രായം പറയാം. വേദി പോട്ടെ, പുറത്തിറങ്ങിയ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്നറിയോ? നമ്മുടെ പഴയകാലത്തെ തറവാടുകളിലെ സ്ത്രീകളെ നമ്മളെന്താ വിളിച്ചിരുന്നത്? അന്തർജനമെന്നാണ്. അങ്ങനെയല്ലേ? അന്തർജനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് സ്ക്രീൻ നോക്കിക്കോ. അകത്തുള്ളോൾ അകത്തമ്മ എന്നൊക്കെയാണ്. എന്താണ്? അകത്തുള്ളോൾ അകത്തമ്മ എന്നൊക്കെയാണ് ഈ അന്തർജനം എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അന്തർജനം എന്നതിനെ കുറച്ചുകൂടി വിശദീകരിക്കുന്നത് കാണാം. കേരള ബ്രാഹ്മണ, നമ്പൂതിരി, ഭട്ടതിരി, പോറ്റി, സ്ത്രീ, അകത്തുള്ള ആൾ എന്ന ശബ്ദാർത്ഥത്തോടു കൂടി ഈ പദത്തിൻ്റെ മലയാള പര്യായങ്ങളാണ് അകത്തുള്ളോൾ, അകത്തമ്മ, അത്തയമ്മ, അത്തോൾ തുടങ്ങിയവ. പരമ്പരാഗതമായി ഘോഷ, പർദ സമ്പ്രദായത്തിലാണ് ഇവർ കഴിഞ്ഞു വന്നത്. ഏത്? നമ്മുടെ ഈ ഉന്നത തറവാട് കുടുംബങ്ങളിലെ സ്ത്രീകളുണ്ടല്ലോ, ബ്രാഹ്മണ സ്ത്രീകൾ, അവർക്ക് അവരുടെ ഒരു സർവാദരണീയരാണ്. അവർ അങ്ങനത്തെ ഒരു സമ്പ്രദായം, പർദാ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഘോഷ, അതായത് ഒരു പരിധിയുണ്ട് എല്ലാ കാര്യത്തിനും, ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് പരിധി ലംഘിച്ച് പോകാൻ പറ്റില്ല. ഇവർ കഴിഞ്ഞു വന്നത് പരപുരുഷ ദർശനം. മറ്റ് പുരുഷന്മാരെ അവർക്ക് കാണാൻ പറ്റില്ല. പരസ്യമായ യാത്രകൾ, പരസ്യമായിട്ട് അങ്ങനെ ആണുങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുകൂടെ അതിൻ്റെ ഇടയിലൂടെ നടന്നു പോകാൻ കഴിയില്ല തുടങ്ങിയവ ഇവർക്ക് നിഷിദ്ധമായിരുന്നു. നിഷിദ്ധം എന്ന് പറഞ്ഞാൽ മതപരമായ തിന്മയായിരുന്നു. അടുക്കള കാര്യങ്ങളും